ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 6 വയസ്സ് നിബന്ധന കർശനമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. പുതിയ അധ്യയന വർഷം തീരുമാനം നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചു കഴിഞ്ഞു. നടപടി മുൻ നിർദ്ദേശം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കാത്ത സാഹചര്യത്തിൽ. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ കൊല്ലം ഇത് നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതൽ കർക്കശമായി നീങ്ങുകയാണോ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ? പറയൂ. ആണ് എസ് കെ എൻ. അങ്ങനെയാണ് നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും ഈ കത്ത് അയച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം അത് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഈ അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ ഈ 6 വയസ്സ് എന്നുള്ള നിബന്ധന പാലിച്ചേ മതിയാകൂ. അഥവാ പാലിക്കാത്ത സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന പണം അതടക്കമുള്ളവ നൽകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. വ്യവസ്ഥകളുടെ കാര്യത്തിൽ വളരെ കൃത്യതയുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം സമൂലമായിട്ട് പരിഷ്കരിക്കാനായിട്ടുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട്. അതിനാണ് മാനവ വിഭവശേഷി വകുപ്പ് പേരുമാറ്റി വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കിയത്. അതിന് തുടർച്ചയായിട്ടുള്ള നടപടികളോട് സഹകരിക്കാത്ത സംസ്ഥാനങ്ങൾ അത് അവരോട് ആ നയപരമായിട്ടുള്ള കാര്യത്തിൽ ഉള്ള നടപടികൾ അത് തുടരും എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 6 വയസ്സ് എന്നുള്ളത് നടപ്പാക്കിയേ മതിയാകൂ. ഒന്നാം ക്ലാസ് പ്രവേശനത്തിൻ്റെ 6 വയസ്സ് എന്ന പ്രായപരിധി അത് പാലിച്ചേ മതിയാകൂ. അല്ലാത്ത പക്ഷം കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന മുന്നറിയിപ്പ്. എസ് കെ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.